ദൂരത്തുനിന്ന് സൂം ചെയ്തിട്ടാണ് ഇന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറയിൽ കണ്ടവിടെ തന്നെ മനസ്സിലായി അത് നമ്മളെ ബാക്കാ, ലോറിന്റെ ബമ്പറാ. ബ്ലാക്ക് സൈഡ് ബാക്ക് സൈഡ് ബമ്പറാണ് കിട്ടിയത്. നമ്മളെ തന്നെ നിർണായകമായ കണ്ടെത്തലാണ്. അല്ല, നമ്മൾ ആദ്യം മുതൽ പറയുന്ന സ്ഥലമാണല്ലോ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ പിന്നിൽ നോക്കൂ 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 എന്ന് പറയുന്നത്. നോക്കാൻ ഞാൻ ഇപ്പം എന്താ ചെയ്യുക? ഒരു ഏകദേശം കണ്ടെത്തിയിട്ട് ഫൈനൽ ടൈമിനാണല്ലോ അന്ന് നിർത്തിച്ച് ചെയ്യുന്നത്. അവിടുന്ന് നിർത്തിയോടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് എപ്പോഴും പറയുന്ന കാര്യം. എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസം അല്ലേ, മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് തിരയാൻ വന്നത്. ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഈ വണ്ടിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ മനാഫാണ് അർജുന്റെ വിഷയത്തിൽ ഇപ്പൊ തിരച്ചിലുകൾ വീണ്ടും തുടർന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം എത്തിയിട്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, കിട്ടുന്ന സാധനങ്ങളെല്ലാം വേറെ കുറെ ലോറികളുടേതും ടാങ്കറിൻ്റെതും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അവിടെ ഇല്ലാത്ത അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ലോറികളുടെ എന്താ പറയുക ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ദുരൂഹതകൾ നിറഞ്ഞ പോലെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കർണാടകയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെയോ അവർക്ക് ആ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം മാൽപ്പേനെ മാറ്റുന്നതാണോ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ സ്ഫോടനം നടന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മാൽപ്പയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇഷ്യൂസ് നടന്നായിരുന്നു. മാൽപ്പെ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അങ്ങനെ മാൽപ്പെ മടങ്ങി പോകുന്നു, മാൽപ്പേനെ കൊണ്ടുവരണോ ചോദിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ മൊത്തം ഇത് തന്നെയായിരുന്നു ന്യൂസ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാൽപ്പെ ആയിട്ട് അധികൃതർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ഒരു തെരച്ചിലുകളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് തന്നെ മാൽപ്പെ സ്വയം റിസ്ക് എടുത്ത് ഇതിന് അടിയിലേക്ക് ഡൈവ് ചെയ്ത് പോയാൽ ആ ഒരാളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരാളും വിടത്തില്ല. അത് അങ്ങനെയാണ് ഗവൺമെന്റ് അങ്ങനെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരവിടുന്ന് ഉദ്യോഗസ്ഥരും കാര്യങ്ങളാണെങ്കിലും മാൽപ്പേനെ വിടാത്തത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് മാൽപ്പയ്ക്ക് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നു. വീട്ടിൽ നിന്ന് മകനെ സുഖമില്ല എന്ന് പറയുന്നു, പോകണമെന്ന് പറയുന്നു. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 മാൽപ്പയെ കൊടുത്ത ഒരു ബൈറ്റാണ്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ കീഴെ പോയ സമയത്തിൽ ഇപ്പൊ വെള്ളത്തിൽ ഇപ്പൊ പോയി ഇപ്പൊ ഞങ്ങൾ ഒരു മുങ്ങിയ വൈകുന്നേരനെ മേലെ വരും. അതല്ലത് ഇപ്പൊ ഡ്രഡ്ജറിന്റെ 3 ടയർ വന്നിട്ടുണ്ട്, ഗോവലെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ എന്നാ ആക്കുന്ന ആറ് സൈഡ് ആക്കുന്നു. ഞങ്ങളിപ്പോ തിരക്കുന്ന അർജുന്റെ ദേഹ വണ്ടി നോക്കുക. വണ്ടി എവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഞങ്ങൾ അതിലുള്ളിരിക്കും. പിന്നെ അടുത്ത ആ വണ്ടിന്റെ സൈഡില് എന്തെങ്കിലും അടിഭാഗം മരത്തടിയില് ഇപ്പൊ എല്ലാം ക്ലീൻ ഉണ്ട്. അർജുന്റെ ദേഹ, ജഗന്നാഥ്, ലോകേഷ് ആ 3 ആളുടെ ദേഹന്റെ ഒരു സെൽറ്റർ ഉണ്ട്. തേടിക്കൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ഈശ്വർ മാൽപ്പെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് അവര് തിരക്കുന്നത് ഈ ഒരു ലോറിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ ഞങ്ങൾ അർജുന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം മനാഫ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്നിട്ട് ഒരു ബൈറ്റ് കൊടുത്തായിരുന്നു, ഒരു വണ്ടിയുടെ ബോർഡുമായി വന്നിട്ട്. ആ ഒരു വിഷയം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത് ചേസ് നമ്പറാണ്. അതായത് ഒരു വാഹനത്തിന് ഒരു പ്ലേറ്റാണ് ഉണ്ടാവുക. ഈ പ്ലേറ്റ് പ്രകാരം ഇത് അശോക് ലൈലൻഡിന്റെ വണ്ടിയാണിത്. അശോക് ലൈലൻഡിന്റെ വണ്ടിന്റെ നേരത്തെ കിട്ടിയതൊന്നും അശോക് ലൈലൻഡ് അല്ല, ഏതൊക്കെ ടാറ്റന്റെ അതിന് ഇതുവരെ കിട്ടിയത്. മുന്നേ കിട്ടിയിരുന്ന കുറെ പാർട്സുകൾ ഞാൻ അന്നേ പറഞ്ഞു. അതായത് ഇപ്പോൾ പുഴയിൽ ഉള്ള വാഹനം എന്ന് പറയുന്നത് ഒന്ന് മനാഫിന്റെ ഭാരത് ബെൻസ് ആണ്, മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ്. അതിൽ കൂടാതെ മറ്റൊരു വാഹനം കൂടി ഉണ്ട് എന്നാണ്, അത് അശോക് ലൈലൻഡിന്റെ വാഹനം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ദുജ ഗ്രൂപ്പിന്റെ വണ്ടിയാണിത്. ഇന്ദുജ ഗ്രൂപ്പിന്റെ അശോക് ലൈലൻഡിന്റെ പ്ലേറ്റ് ആണിത്. മുന്നേ ഞമ്മക്കൊരു ഫ്രണ്ട് കിട്ടിയിരുന്നു താഴേന്ന്, ഓർമ്മ മിലിറ്ററി കൊണ്ടുപോയി വെച്ച്. അന്ന് ഞാൻ പറഞ്ഞു അശോക് ലൈലൻഡിന്റെ വണ്ടിന്റെ ഭാഗമാണത്. ആ സാധനം അന്ന് അതിനുശേഷം പിന്നെ കിട്ടുന്നത് ആ വെള്ള കളറിലുള്ളത്. അതിനുശേഷം ഈ സാധനം ഈ പ്ലേറ്റ് എടുത്ത് തന്നോട് കൂടിയിട്ടാണ് ഈശ്വർ മൽപ്പന്റെ കാര്യത്തിൽ തീരുമാനമായത്. അതായത് ഇതിന്റെ എഞ്ചിൻ നമ്പറും അതോടൊപ്പം തന്നെ ചേസ് നമ്പറും നോക്കിയാൽ ഈ വാഹനത്തിന്റെ ഉടമ ആരാണെന്ന് തിരിച്ചറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്ലേറ്റോട് കൂടിയിട്ട് ഈ വണ്ടിന്റെ സകല ജാതകവും ഇതിലുണ്ട്. ഈ വണ്ടിന്റെ അത്തരത്തിലുള്ള പരിശോധന നടത്തിയോ? ആരാ നടത്തേണ്ടത്? നടത്തേണ്ട ആളുകൾ ഇതായിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് എറിഞ്ഞിക്കുക. ഇപ്പൊ ആരുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു? ഇത് നേരത്തെ ഈശ്വർ മൽപ്പയ്ക്ക് കിട്ടിയതായിരുന്നു.
ഇത് പൂർണ്ണമായിട്ട് ചളിയായിരുന്നു. ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അവിടുന്ന് കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എടുത്തു കൊണ്ടുപോയതാ. അയാളെ ഞാനിപ്പോൾ ഭീഷണിപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞ് അരമണിക്കൂർ കൊണ്ട് SIനോട് പറഞ്ഞ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് ഫുൾ ഫോട്ടോ ഓൾറെഡി ഞങ്ങളെ കയ്യിലുണ്ട്. ഇത് നേരത്തെ ചാനലിലൊക്കെ കൊടുത്തിനു. ഈ സാധനം അയാൾ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ കളയുക. ഈ സ്ക്രാപ്പ് ചെയ്ത വാഹനത്തിന്റെ ഭാഗമറ്റും ആവാൻ സാധ്യതയില്ലേ? ഏത് സ്ക്രാപ്പ് ചെയ്ത്? ഇത് ഏതെങ്കിലും സ്ക്രാപ്പ് ചെയ്ത് അതെങ്ങനെ ഈ ഗംഗാവലി പുഴേൻ്റെ ഉള്ളിൽ വരിക? ഇത് ഗംഗാവലി പുഴയെന്ന് എടുക്കുന്നതിന്റെ ഫുൾ വീഡിയോ ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മനാഫ് വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിത് ഗൗരവപൂർവ്വം എടുക്കേണ്ട കാര്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു നമ്പർ പ്ലേറ്റുകളിൽ ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇതുവരെ കിട്ടിയ അല്ലെങ്കിൽ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ഒരു ലോറിയുടേതാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ലോറിയുടെ കാര്യം ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് കിട്ടിയത്. ഇത് കിട്ടി ആ ഒരു സമയം ആയപ്പോൾ തന്നെ ഈശ്വർ മാൽപ്പേനെ അവിടെ നിന്നും മാറ്റുന്ന അവസ്ഥയുണ്ടായി. ഇത് കിട്ടിയതോടു കൂടിയിട്ടാണ് ഈശ്വർ മാൽപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായത് എന്ന് മനാഫ് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു സംഭവം ഈശ്വർ മാൽപ്പയെ കണ്ടെത്തിയതിന് പിന്നാലായിട്ട് ഇത് മനാഫ് കൊണ്ടുപോയി അവിടെ ഉണക്കി വെക്കുകയും ഇതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുന്നതും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇതൊക്കെ എന്ത് ചെയ്തു, അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് ഈ ചെളികളൊക്കെ മാറ്റിയിട്ടും ഇതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട സമയത്ത് ഈ ഒരു പോലീസുകാരൻ അത് കൊണ്ടുപോയി ഒളിച്ചു വെക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് മനാഫ് പോയിട്ട് അത് ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ കളയാൻ പാടില്ല, എടുത്തെറിയോ എന്തോ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്ത സമയത്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോലീസുകാരനെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളും ഫോട്ടോസൊക്കെ ഉള്ളതാണ്, അത് തരാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് മനാഫിന് ഇത് കയ്യിൽ കിട്ടുന്നതും എന്ന് മനാഫ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ വ്യക്തമായിട്ട് പറയുന്ന വേറൊരു കാര്യമാണ്, ആ ഒരു പ്ലേറ്റ് എടുത്ത് വ്യക്തമായിട്ട് പരിശോധിച്ചാൽ ഇത് ആരുടേതാണ്, ഇത് ഏതാണ് ലോറി, ഇത് ഏത് മോഡലാണ് എന്ന് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരിശോധിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ആരാണ് പരിശോധിക്കേണ്ടത്? ഇവർക്കെല്ലാം, അതായത് അവിടെ ലിസ്റ്റിലുള്ള ലോറികളും കാര്യങ്ങളും അല്ലാതെ മറ്റ് ലോറികൾ കിട്ടണ സമയത്ത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ആ ഒരു ഗംഗാവലി പുഴയിൽ ആ ഒരു സ്ഥലത്ത് ഒരുപാട് ലോറികൾ, ഒരുപാട് പേര് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് നിന്നായിട്ടോ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ ബോഡികൾ ഇനിയും കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ ഇനിയും വാഹനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദുരൂഹത ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ അവിടെ നമ്മൾ അറിയാത്ത ഒരുപാട് ആളുകൾ ഇവർ മറച്ചു വെക്കുന്നുണ്ട്. കൂടുതലായിട്ട് പുതിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഭരണകൂടത്തിന് അല്ലെങ്കിൽ കർണാടക ഉള്ള ഉദ്യോഗസ്ഥർക്കും കാര്യങ്ങളൊക്കെ പേടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ വീണ്ടും ഡീറ്റെയിൽസ് എടുക്കണം, അവരുടെയൊക്കെ ഇതിന്റെ പിന്നാലെ പോകണം, അതിനൊക്കെ വ്യക്തമായ കണക്ക് വേണം, ആരാണ് മരിച്ചത് എന്ന് കണ്ടെത്തണം. അപ്പൊ ഇതിനൊക്കെ പിന്നാലെ പോകാനുള്ള ആ ഒരു ഇത് കാരണമാണ് അവര് ഈശ്വർ മാൽപ്പയുടെ കാര്യത്തിൽ പോലും ഈ ഒരു സംഭവങ്ങൾ പുതുതായിട്ട് കിട്ടുന്ന സമയത്ത് അത് ആ രീതിയിൽ ഒതുക്കി കളയുന്നതാണ് മനാഫ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ന്യൂസ് 18 നമ്മുടെ ഈശ്വർ മാൽപ്പ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലായിട്ടായിരിക്കാം ഈശ്വർ മാൽപ്പേനെ അവിടെ നിന്ന് മാറ്റാനും ഒതുക്കാനും ഒക്കെ ഇവർ നോക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ കൂടെയുള്ള 2 മലയാളികളായിട്ടുള്ള ആൾക്കാർ കുറച്ചാഴ്ചകൾക്ക് മുൻപ് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അവർ വ്യക്തമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അവർ വ്യക്തമായിട്ട് പറയുന്ന ഇതാണ്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചായക്കട കഴിഞ്ഞ് ഒരു കുറച്ച് താഴ്ചയിലേക്കാണ് അവരുടെ വീട് കിടക്കുന്നത്. ആ വീട് കഴിഞ്ഞ് ഒരു ചതുപ്പാണ്, അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗംഗാവലി പുഴ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വീട് അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം വീട് തിരയാതിരുന്നത്? അവിടെ എന്തെങ്കിലും മനുഷ്യന്റെ ആ ഒരു അംശമുണ്ടോ എന്ന് എന്തുകൊണ്ട് അവിടെ തിരഞ്ഞില്ല? ശരിക്കും പറഞ്ഞാൽ അവിടെയും കൂടി തിരയേണ്ടതല്ലേ എന്ന് അവർ പറയുന്നുണ്ട്. അവിടെ വ്യക്തമായിട്ട് തിരയേണ്ടതായിരുന്നു, അത് അവർ തിരഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ തിരയുന്ന സമയത്താണ് ഇതിന് മുൻപുള്ള സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് ഇവർക്ക് തിരച്ചിലെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവിടെ ഒരു സ്ഫോടനം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത്രയും ഉയരത്തിലേക്ക് സെയിം വശത്തേക്ക് തന്നെ വെള്ളം ഇത്രയും ഇതായിട്ട് പൊങ്ങി വരണമെങ്കിലും ഒരിക്കലും വെറുതെ ഒരു ലാൻഡ് സ്ലൈഡ് വരണ സമയത്ത് അങ്ങനെ നടക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് പിന്നെയും ഓക്കെ, പക്ഷേ സെയിം സൈഡിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു റോഡിന്റെ സൈഡിലേക്ക് തന്നെ ഇത്രയും മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ തുറന്നു പറഞ്ഞതിന്റെ പിന്നാലെയാണോ ഈ ഒരു ഒതുക്കല് അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പേനെ ഈ ഒരു ഒതുക്കുന്നതും? ഈശ്വർ മാൽപ്പയ്ക്കടക്കം ഇത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള പേടികളും കാര്യങ്ങളും ഉണ്ട്.
അവർ പറയുന്ന സമയത്ത് തന്നെ അവർക്ക് വ്യക്തമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശ്വർ മാൽപ്പേ ന്യൂസ് 18 കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. കീഴെ പോയപ്പോ ആദ്യം മാത്രം ഒരുപാട് ഒത്തിരി ഡീപ്പായിട്ടുണ്ട്. 30 അടി ഡീപ്പുണ്ട് അവിടെ. നേരത്തെ അതെല്ലാം പോലെ ഒരു 20 അടി, ഇപ്പൊ 30 അടി ഡീപ്പ്. എന്തെങ്കിലും നിങ്ങളിപ്പോ ഒരു ചിന്ന ഒരു സ്പോട്ട് ആയിട്ടെങ്കിലും സ്പോട്ട് ആവും, അതറിയൂ. ഞാനിപ്പോൾ അത് എനിക്ക് പറയാനാവില്ല. അത് ML പിന്നെ SP പിന്നെ DC മേഡം അവർ പറയുന്നു. ഇപ്പൊ എനക്കൊരു സംശയം പറഞ്ഞ ബോഡിയെല്ലാം പൊട്ടിയിട്ടുണ്ടോ, അപ്പൊ എനക്കൊരു സംശയമുണ്ട്, ഞാൻ പറയാനാവില്ല. അതിപ്പോ എന്തെങ്കിലും അതിന് ബദലി ഉത്തര അവർ ചൊല്ലു. എന്തായാലും മാൽപ്പ പറയുന്നത് അതിൽ അടിയിൽ അടിവശത്ത് ഒരുപാട് വാഹനങ്ങളുടെ ഭാഗം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ്. കണ്ടിപ്പാ എന്ന് പറഞ്ഞാൽ ഒരു അടിഭാഗത്തുള്ള മണ്ണുണ്ടല്ലേ, അതെല്ലാം മേലെ പോയി, മേൽഭാഗത്തെ വാഹനം കീഴെ പോയി, അങ്ങനെ ആയിട്ടുണ്ട് അവിടെ. അത് കാണാൻ അങ്ങനെ ഉണ്ട്. ഇത് അടിഭാഗത്തുള്ള മണ്ണുണ്ടല്ലേ, ഇപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും സ്പോട്ട് ആകുന്ന അങ്ങനെ ഫസ്റ്റിലെ അടിഭാഗത്തുള്ള മണ്ണ് മേലെ പോകും, അപ്പൊ ഇതെല്ലാം അടിയിലെ പോയി ആ മാതിരി ഉണ്ട്. അപ്പൊ ആ മണ്ണ് എടുത്ത മട്ട് ഈശ്വർ മാൽപ്പേ ഗംഗാവലി പുഴയുടെ അടിയിലേക്ക് പോയി നോക്കിയ സമയത്ത് കണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അവിടെ ഒരു സ്ഫോടനം നടന്ന രീതിയിലേക്കോ, കാരണം അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നപ്പോഴാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്ന സമയത്ത് വ്യക്തമായിട്ട് അടിയിലുള്ള മണ്ണ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ആ മുകളിലേക്ക് വന്ന സമയത്ത് ഈ ലോറിയെല്ലാം താഴെ പോയി നിന്നിട്ട് ഈ മുകളിലേക്ക് പോയ മണ്ണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് അടിഞ്ഞു കൂടിയതാണ് നമ്മൾ ആ കാണുന്ന മൺകൂനകൾ എന്നാണ് നമ്മുടെ ഈശ്വർ മാൽപ്പ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ അടിയിലോട്ട് പോയിട്ട് തെരച്ചിലുകളും കാര്യങ്ങളും നടക്കണമെങ്കിലും എനിക്കത് വ്യക്തമായിട്ട് അവിടെ ഇങ്ങനെയുള്ള ലോറികളും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതിന് വ്യക്തമായിട്ട് ഒരു എന്താ പറയാ ഒരു പെർമിഷൻ കൊടുത്താൽ മാത്രമേ അവർക്ക് കൂടുതലായിട്ട് താഴോട്ട് പോയിട്ട് അത് നോക്കാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ഇവര് അതിന് അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊരു ക്രെഡിറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ഇവർക്ക് ഈശ്വർ മാൽപ്പ ഇത് കണ്ടെത്തിയാൽ അത് അവർക്കൊരു ക്രെഡിറ്റ് കിട്ടാത്ത രീതിയിലൊക്കെ അവർക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ആ രീതിയിലുള്ള അനാസ്ഥകളും വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് വരെ ഒരു അസ്ഥി കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് അത് അസ്ഥി കിട്ടിയത് മനുഷ്യന്റേതല്ല എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. തൂരിലെ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ടയറുകൾ കണ്ടെത്തിയ ടയറുകൾ ഗ്യാസ് ടാങ്കറിന്റേതാണ് എന്ന് സംശയിക്കുന്നു. ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേത് അല്ലെന്ന് സ്ഥിരീകരിച്ചു. അസ്ഥി വിശദ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഐബോൾ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകുമെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ദൌത്യത്തിൽ പങ്കെടുക്കാൻ ഇന്ദ്രബാലൻ ഷിരൂരിലെത്തി. ഈ അസ്ഥി കണ്ടെത്തിയെന്ന് ഇവർ പറയുന്നുണ്ട്. അസ്ഥി കണ്ടെത്തിയത് മനുഷ്യരെ അല്ല എന്നാണ് പറയുന്നത്, മനുഷ്യന്റെ അസ്ഥിയെ അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നടത്തിയ തിരിച്ചലിൽ എന്തെങ്കിലും കിട്ടിയോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഷിരൂരിൽ ഇന്ന് നടത്തിയ തെരച്ചിലിലും നിരാശ മാത്രമാണ് ഫലം. അർജുന്റെ സ്ഥിരീകരിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല. അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ഡ്രഡ്ജറിലെത്തിയിട്ടുണ്ട്. ഇന്ന് കണ്ടെത്തിയ ചില വസ്ത്രങ്ങളും ബാഗും തിരിച്ചറിയാനായിട്ടാണ് കുടുംബാംഗങ്ങളെ ഡ്രഡ്ജറിലേക്ക് എത്തിച്ചത്. ക്രാഷ് കാർഡിന്റെ നമ്മളതാണെന്നുള്ളത് ഇല്ല, അത് വേറെ എന്തോന്നാണെന്ന് എന്റെ അഭിപ്രായം. നമ്മളെ ആംഗ്ലർ ഉണ്ട്, അത് നമ്മളെ വെള്ളത്തിന്റെ ടാങ്കിന്റെ അവിടെയുള്ള ആംഗ്ലറിന്റെ കൂടെ ഉള്ള സാധനങ്ങളാണ്. ഉള്ളിലുള്ള ഒരു പാർട്സും ഇല്ല. അതെ, കുറെ മറ്റു വണ്ടികളുടെ പാർട്സുകളും ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളും, അതായത് വേറെ ഏതൊരു വണ്ടി ഇഞ്ചിനടക്കം തകർന്നു പോയിക്കുന്നത്. അതിന്റെ ഇഞ്ചിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കുറെ ഉണ്ട്. ഓൾറെഡി ഒരു ഇഞ്ചിന് ഒന്നും ആവാത്ത എഞ്ചിനും ഉണ്ട് അവിടെ. അപ്പോ മനാഫ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എഞ്ചിൻ തകരാത്തൊരു വണ്ടിയുണ്ട്, അതുപോലെ എഞ്ചിൻ തകർന്നൊരു വണ്ടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കിട്ടിയതൊന്നും അർജുൻ്റെതല്ല. അർജുന്റെ ഒരു കാര്യവും ഇതുവരെയും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എവിടെ എത്തും എന്താകും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഇത് കുറച്ച് നിഗൂഢതകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരെന്തൊക്കെ ഒളിച്ചു വെക്കുന്നതായിട്ടും ഈ ഒരു സ്ഫോടനം നടന്ന വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ടൊന്ന് അന്വേഷിക്കണമെങ്കിൽ ഇനി കർണാടക ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ അന്വേഷണവും കാര്യങ്ങളും എങ്ങനെ പോകുന്നു. പലരും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോഴും അർജുൻ ജീവനോടെ ഇരിക്കണേന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇനി ലോജിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ വീട്ടുകാർക്കാണെങ്കിലും അറിയാം, ആർക്കാണെങ്കിലും അറിയാം, ഇത്രയും ദിവസമായി ഒരിക്കലും എന്താ പറയുക ജീവനോടെയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ബോഡി പാർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ലോറിയോ കാര്യങ്ങളോ കിട്ടിയാലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റൂ. അതുപോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അത് വളരെയധികം സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിപ്പോൾ 3ാം തവണയാണ്
വീണ്ടും അന്വേഷണവും കാര്യങ്ങളും അല്ലെങ്കിൽ തെരച്ചിലുകളും കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ ഒരുപാട് പാർട്സുകളും കാര്യങ്ങളും കിട്ടുന്ന സമയത്ത് ഇവർക്ക് തലവേദന ആകുന്നുണ്ട്. അതുകൊണ്ടാണ് കിട്ടുന്ന സമയത്ത് അവരത് ഒളിപ്പിച്ചു വെക്കാനും അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാനും ഈശ്വരനും അല്പയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നത്. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം ഇവര് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി കൂടുതൽ തെരച്ചിലുകളിൽ എന്തെങ്കിലും ലഭിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.